ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും ജീവിതത്തെ നോക്കിക്കാണുന്നത്. തന്നെയല്ല, ഏതൊരു മനുഷ്യനും ഒരു സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ തോന്നുന്നതേ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുമ്പോൾ, ഇഷ്ടപ്പെട്ട വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു റിലാക്സേഷൻ നമുക്ക് തോന്നും. സ്ത്രീകളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് യുവാക്കളോട് ഒരു പ്രത്യേക രീതിയിലുള്ള ആകർഷണം കൂടുതലായിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, ലൈംഗികതയിൽ എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾക്ക് യുവാക്കളോട് കൂടുതൽ താല്പര്യം തോന്നുന്നത്, അതിൻ്റെ കാരണം എന്താണ്, രഹസ്യം എന്താണ്, നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ആൻറ്റിമാർക്ക് തോന്നുന്ന ആകർഷണം പുതിയതായിട്ടുള്ള കാര്യമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഏതൊരു മനുഷ്യനെ എടുത്താലും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള, അതുപോലെ വികാരപരമായിട്ട് ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ യൗവനമാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അതിശക്തമായ ഒരു ലൈംഗിക ഊർജം പ്രകൃതിയാൽ തന്നെ യൗവനത്തിലുണ്ട്. 40 വയസ്സിനോട് അടുക്കുന്ന അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചും ചില പ്രത്യേകതകളുണ്ട്. അവരിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് ഈ ലൈംഗിക ഊർജ്ജമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രകൃതി പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിട്ടിരിക്കേണ്ട, വികാരവതിയായിട്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ധൈര്യമായിട്ടിരിക്കേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമയമാണ്. കാരണം മറ്റ് പല സ്റ്റേജുകളിലും വിചാരങ്ങൾ കൂടുതലായിട്ട് തന്നെ ഉണ്ട്, പക്ഷേ ഇത്രയും മച്യൂരിറ്റി കിട്ടുന്നില്ല. തന്നെയല്ല, ആ സമയത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം, സന്തോഷം, ആകർഷണം, അതുപോലെ ലൈംഗികത, ഇതെല്ലാം ആയിട്ടൊരു ബന്ധമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയിൽ ശക്തമായിട്ട് നിലനിൽക്കണമെങ്കിൽ അവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് മറ്റൊരാളെ അമിതമായിട്ട് ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരാളായിരിക്കരുത്, ഈവൻ പങ്കാളിയെപ്പോലും. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ അവരുടെ പങ്കാളിയെ മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് ചില സാഹചര്യത്തിൽ. ഒരു മധ്യവയസ്സായ പുരുഷനെ സംബന്ധിച്ച് അവരുടെ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കുമല്ല, ചിലർക്ക് പ്രകടമായ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ശരീരം സൂക്ഷിക്കാത്തവരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വ്യായാമമില്ലാത്തവരെ സംബന്ധിച്ച് ഡയബറ്റിക് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു, അതുപോലെ ആത്മവിശ്വാസത്തെയും പെർഫോമൻസിനെയും ബാധിക്കുന്നു. ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ അവർ സാമ്പത്തികപരമായ കാര്യത്തിൽ കൂടുതൽ കോൺഷ്യസ് ആകുകയും ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പഴയ ആ അടിച്ചുപൊളിയൊക്കെ മാറി, ആ ഫ്ലെക്സിബിലിറ്റിയൊക്കെ മാറി കൂടുതലങ്ങ് സീരിയസ് ആകുന്നു. എന്ന് വെച്ചാൽ ലൈംഗികതയോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞ് മറ്റ് പല കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മാരുടെ പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ വികാരത്തിൻ്റെ ഫ്രീക്വൻസി ഏറ്റവും കൂടുന്ന സമയം ഇതാണ്. തന്നെയല്ല, സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ ലൈംഗികതയോട് കൂടുതൽ താല്പര്യം തോന്നും, അതിനകത്ത് ആത്മവിശ്വാസം തോന്നും, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ തോന്നും. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ശരീരവും മനസ്സും നന്നായിട്ട് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് പങ്കാളിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടായില്ലെങ്കിൽ വല്ലാത്ത നിരാശ വരും. ഈ ഒരു സാഹചര്യത്തെ പല സ്ത്രീകളും പല ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത്. അത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലരെ സംബന്ധിച്ച് ഈ ഊർജത്തെ മറ്റു ഊർജങ്ങളാക്കി മാറ്റുന്നവരുണ്ട്. എന്നാൽ ചിലർക്കങ്ങനല്ല, അവർക്ക് ഡയറക്റ്റായിട്ട് വേണം. ശരീരം മൊത്തത്തിലൊന്ന് വലിഞ്ഞു മുറുകി റിലാക്സ് ചെയ്യാൻ കൊതിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പങ്കാളിയെ ആശ്രയിക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സ് മറ്റു വഴി തേടും. ചിലർക്കിതിനകത്ത് നല്ല മെച്യൂരിറ്റി ഉള്ളവരുണ്ട്, അവർക്ക് അവരുടെ വിചാരങ്ങളെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനും അറിയാം. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം കുറയുന്നത് അവർക്ക് പ്രായം ചെല്ലുന്നതുകൊണ്ടല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതുകൊണ്ടാണ്. എന്നാൽ ചില പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനല്ല, അവർക്ക് ലൈംഗികതയോടുള്ള താല്പര്യം കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തിപ്പോവും. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൻ്റെ ഒരു യുവത്വം ഉണ്ടല്ലോ, അത് നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള പങ്കാളികളെ എത്ര പ്രായം ചെന്നാലും സ്ത്രീകൾക്ക് ഇഷ്ടമാണ്. അതുപോലെ ചില യുവാക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ ആ നല്ല പ്രായത്തിലുള്ള ഓർമ്മകളൊക്കെ മനസ്സിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. ആ സമയത്താണെങ്കിലും അവരുടെ പങ്കാളിയിൽ നിന്ന് കൂടുതൽ സ്നേഹവും കെയറിങ്ങും ചുംബനങ്ങളും ഒക്കെ കിട്ടുമല്ലോ. 40 വയസ്സൊക്കെ കഴിഞ്ഞ ചില ആൻറ്റിമാരെ സംബന്ധിച്ച് തീക്ഷ്ണമായ ലൈംഗികതയുള്ളവരുണ്ട്. എന്നുവെച്ചാൽ ജീവിതത്തിൻ്റെ മുഴുവൻ സന്തോഷവും ഇതിനകത്ത് കണ്ടെത്തുന്നവരുണ്ട്. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മെത്തേഡ്സ് അവർക്ക് കൂടുതൽ ഇഷ്ടമാണ്.
മുകളിൽ കയറി ചെയ്യുന്ന രീതി, പുരുഷൻ നിന്നുകൊണ്ട് ചെയ്യുന്ന രീതി, അതുപോലെ വാഗൊണ്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെ അവർ ആസ്വദിക്കുന്നുണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ ചെയ്യുന്ന രീതികളോട് കുറച്ച് താല്പര്യം കൂടുതലാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, അവർക്കിഷ്ടപ്പെട്ടിടത്ത് കൂടുതൽ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. ചില സ്ത്രീകളെ സംബന്ധിച്ച് ചില യുവാക്കളോട് മാത്രം ഇങ്ങനെയുള്ള ആകർഷണം കൂടുതലായിട്ട് തോന്നാറുണ്ട്. ചിലരെ സംബന്ധിച്ച് പല രീതിയിലും അത് പ്രകടിപ്പിക്കാറുണ്ട്. അതിനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി ആസ്വദിക്കുന്നവരും ഉണ്ട്. എന്നാൽ ചിലർക്ക് അതിനുള്ള സാഹചര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളെ ഉള്ളിലൊതുക്കി ഫാൻറ്റസി കണ്ട് നിർവൃതി അടയുന്നവരാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, സ്വന്തം ശരീരത്തെ സൂക്ഷിക്കുന്ന, സൗന്ദര്യത്തെ സൂക്ഷിക്കുന്ന, സ്വന്തം വികാര വിചാരങ്ങളെ മാനിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും അവരുടെ ഉള്ളിലൊരു കാമുകനുണ്ടാവും. ചിലരെ സംബന്ധിച്ച് അത് അവരുടെ പങ്കാളി തന്നെയായിരിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.